എല്ലാവർക്കും MR അഗ്രി ടിപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മരുന്ന് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മരുന്നാണ്. സ്പിക് കമ്പനിയുടെ സ്പിക് സ്കൈറ്റോസ് എന്ന് പറഞ്ഞൊരു മരുന്നാണ്. കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുന്നതാണ്. ഗിബ്രലിക് ആസിഡ് 0.001 ആണ് മരുന്നിൻ്റെ കണ്ടൻറ്റ് വരുന്നത്. ലിക്വിഡ് രൂപത്തിലാണ് ഇതാണ് മരുന്ന് വരുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ മിക്ക വളം കീടനാശിനി വിൽക്കുന്ന കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതായത് ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും പൂക്കളുടെ വലിപ്പം കൂടാനും തൂക്കം കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി എന്ന തോതിലാണ് സാധാരണഗതിയിൽ സ്പ്രേ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് ഒരു 25-30 ദിവസം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ തൂമ്പല തളിരില നുള്ളാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം കൂടുതൽ ബ്രാഞ്ചുകൾ വരാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചുകൾ നമ്മൾ കൂടുതൽ പൂക്കളൊക്കെ കിട്ടും. സാധാരണഗതിയിൽ എല്ലാ ചെണ്ടുമല്ലി കർഷകർ അത് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുക, 1 ലിറ്റർ വെള്ളത്തിലേക്ക് 0.5 മില്ലി കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ വിരിഞ്ഞ് വരുന്നൊരു സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി എന്ന തോതിൽ കലക്കിയിട്ട് വീണ്ടും സ്പ്രേ ചെയ്യാം. പിന്നെ അതിന് മുമ്പ് നമ്മൾ തളിയില നുള്ളിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫംഗസൈഡൊക്കെ വാങ്ങിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സാഫ് അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ്, ഇപ്പോൾ ജൈവരൂപത്തിലാണെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് ഒക്കെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. തണ്ടിലും ഇലകളിലൊക്കെ നനയുന്ന രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ സ്പ്രേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി കലക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ സ്പ്രേ ചെയ്യാം. അപ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും പൂക്കളുടെ വലിപ്പം കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഇത് ചെടികളിൽ ഇപ്പോൾ ചെണ്ടുമല്ലിന്ന് മാത്രമല്ല, ഒരുവിധം മിക്ക പൂച്ചെടികളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പച്ചക്കറികളിലും ഉപയോഗിക്കാം. ഇതൊക്കെ അതേപോലെ തന്നെ ഒരാഴ്ച ഇടവിട്ടിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മരുന്ന് അടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധം കർഷകർക്ക് അറിയാവുന്നതാണെന്ന് വെച്ചാൽ, നമ്മൾ മരുന്ന് അടിക്കുമ്പോൾ കൈവരും നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് വെയിൽ ചൂടാവുന്നതിന് മുമ്പ് വേണം അടിക്കുന്നെങ്കിൽ. അപ്പോൾ എന്നാലേ നമ്മൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് നമ്മൾ 5 മണിക്ക് ശേഷം മരുന്നടിക്കാൻ ശ്രമിക്കുക. മരുന്നെടുക്കുന്ന വെച്ചാൽ നമ്മൾ അളവിൽ വളരെ ശ്രദ്ധിക്കണം. മരുന്നിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് ചിലപ്പം വേറെ രൂപത്തിലേക്കായിരിക്കും വരിക. അപ്പോൾ നമ്മളത് ഭദ്രമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നന്നായ റിസൾട്ടുള്ള മരുന്നാണ്. ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് പറയുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് മരുന്ന് ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനതിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ വാട്സപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.